നമസ്കാരം. നമ്മോടൊപ്പം ഇന്നുള്ളത് ശ്രീ AV അനൂപാണ്. AV അനൂപ് എന്നുള്ള പേര് ഒരുപക്ഷെ കേട്ടിട്ടില്ലാത്ത മലയാളികൾ കുറച്ചെങ്കിലും ഉണ്ടാവാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഒരിക്കലെങ്കിലും ഉപയോഗിക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. കേരളത്തിൻ്റെ അഭിമാനമായ മെഡിമിക്സ് എന്ന സോപ്പിൻ്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ഉടമസ്ഥനാണ് ശ്രീ മെഡിമിക്സ് അനൂപ്, AV അനൂപ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ രൂപത്തിലുള്ള പുസ്തകമായ യൂട്ടേൺ അടുത്തിടെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടു. ഈ പുസ്തകത്തെ അധികരിച്ച് നമ്മോട് സംസാരിക്കാൻ ശ്രീ അനൂപ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാഗതം. നമസ്കാരം. ഞാൻ ഈ പുസ്തകം തുറക്കുമ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് തോന്നി ഇതിലെ ഒരു വാചകമാണ്, ഞാൻ വായിക്കാം. ജീവിതത്തിനും ഒരു വ്യാകരണമുണ്ട്, തെറ്റേശാത്ത ജീവിതത്തിന് അത് ആവശ്യമാണ്. ശരിയാണ്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കാവ്യം പോലെയോ ഒരു നോവൽ പോലെയോ ഒക്കെയാണ്. അതിന് വ്യാകരണ പിശക് പറ്റിയാൽ ജീവിതമാകെ കാവ്യം എങ്ങനെ നശിച്ചു പോകും, താളം തെറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ആത്മകഥ എഴുതാനുള്ള പ്രായമൊന്നും അങ്ങേക്കായിട്ടില്ല. എങ്കിലും മെഡിമിക്സിൻ്റെ 55-ാം വർഷത്തിൽ മലയാളിയുടെ ഒരു വലിയ മഹത്തായ സംരംഭത്തിൻ്റെ കൂടി കഥ പറയുന്ന ഈ പുസ്തകം എഴുതിയത് അഭിമാനകരമാണ്. ഈ തലമുറയ്ക്ക് ഒരുപാട് പുതിയ വിവരങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് യൂട്ടേണിൻ്റെ രചനയെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചത്? അത് ഈ പുസ്തകത്തിൽ തന്നെ തുടക്കത്തിൽ പറയുന്നുണ്ട്. കൊറോണ കാലം 1.5 വർഷത്തോളം കുടുംബമായിട്ട് വീട്ടിലിരുന്നു. അത് ഞാൻ വളരെ പ്രായോഗികമായി ഉപയോഗപ്പെടുത്തിയ ഒരാളാണ്. ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തി, വ്യക്തിപരമായിട്ടും ബിസിനസ്സിലും മാറ്റം വരുത്തി, പുതിയതായിട്ട് പലതും പഠിച്ചു. ഇപ്പോൾ ഫ്ലൂട്ട് വായിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. ആ സമയത്താണ് ഇങ്ങനെ ഓർമ്മകൾ, പഴയ ഓർമ്മകൾ അയവിറക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു 10ഓളം പുസ്തകങ്ങൾ വായിക്കാൻ സാധിച്ചു. അതൊന്നും ഇപ്പോൾ ഔട്ട് ഓഫ് പ്രിൻ്റ് ആയിരുന്നു. കൊറോണ കഴിഞ്ഞതും ആ പുസ്തകങ്ങളെല്ലാം ഞാൻ പുനഃപ്രകാശനം ചെയ്തു. ആ ഒരു പ്രോസസ്സിലൂടെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും 60-70 പുസ്തകങ്ങൾ ഞാൻ വായിക്കുകയും ചെയ്തു. ആ സമയത്ത് വായന നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ കൊറോണയോടുകൂടി രാവിലെ നേരത്തെ എഴുന്നേറ്റ് പുസ്തക വായനയൊക്കെ ആയി. കോവിഡ് നൽകിയ ഒരു സംഭാവനയാണ്, വലിയ സംഭാവനയാണ്. അതുമാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല ദിവസങ്ങളായിട്ടും കൂടി ഞാൻ കൊറോണയെ കുറിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. കാരണം നമ്മൾ ഫോൺ വരുന്നതൊക്കെ ഭീകരമായ വാർത്തകളായിരുന്നെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഒരു 4 തലമുറയായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുക ഒരു ബിസിനസ്സുകാരന് ഒരു സിനിമ കാണാൻ പോകാൻ പോലും എല്ലാവരും കൂടെ ഒന്നിച്ച് കിട്ടില്ല ഇന്നത്തെ കാലത്ത്. ആ സമയത്താണ് എല്ലാവരും നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റി. അമ്മയും ഭാര്യയും മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ആ ഒരു ജീവിതം. അപ്പോൾ അതിൽ കിട്ടിയൊരു സന്തോഷവും ആ സന്തോഷത്തിലൂടെ ഉണ്ടായ ഇത്തരം തിരിഞ്ഞുനോട്ടവും. ഞാൻ സാധാരണ അങ്ങനെ സ്വയം ഒരു അവലോകനം നടത്തുന്ന ആളാണ് 6 മാസത്തിലൊരിക്കൽ. അതും ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് പക്ഷേ അതിനേക്കാൾ കൂടുതൽ അവസരം കിട്ടി. അപ്പോഴാണ് എനിക്ക് എഴുതാനുള്ള ഒരു, കാരണം ഞാൻ ഡയറി കുറിപ്പുകൾ എഴുതുന്ന ആളല്ല, പോക്കറ്റിൽ ഒന്നും എഴുതി വയ്ക്കുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എഴുതാൻ പറ്റില്ലായിരുന്നു. അത് 2 വർഷം എടുത്തു. 2 വർഷം എടുത്ത് പൂർത്തിയാക്കിയതാണ്. കാരണം ഓർമ്മകളിൽ നിന്ന് വരണല്ലോ. അപ്പോൾ ഒന്ന് എഴുതുമ്പോഴാണ് വേറെ ഒന്ന് വരുന്നത്. ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഇതിനകത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ ഓർമ്മകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്തൊരു ഭാഗം ഉണ്ടാകും. അപ്പോൾ അടുത്തൊരു ഭാഗം വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, അത്രയും ഓർമ്മകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 40 കൊല്ലത്തെ ബിസിനസ് കാലത്തിനകത്തുണ്ടായ സംഭവങ്ങളാണ് ഇനി കൂടുതൽ എഴുതാനുള്ളത്. അതുപോലെ എൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുടുംബത്തിലെ പല കാര്യങ്ങൾ, പിന്നെ ഈ ഇൻകം ടാക്സ് റെയ്ഡ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ വായനക്കാരന് താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കും. ഞാൻ സാധാരണ ഒരാൾ ഇൻകം ടാക്സ് റെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ പേടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല. ഇത് നേരെ തിരിച്ചായിരുന്നു. ഇൻകം ടാക്സുകാർ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് രസകരമായ കാര്യങ്ങളാണ്. അതെന്താണെന്ന് പറയാം. ഇല്ല, അതാണ് അടുത്ത ഇതിൽ എഴുതാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഞാനും ഭാര്യയും കേരളത്തിലായിരുന്നു. അപ്പോൾ ഇവർ കമ്മീഷണർ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരാം, പക്ഷേ ട്രെയിനൊക്കെ കിട്ടി വരാം. ഞാൻ കോഴിക്കോടായിരുന്നു, അപ്പോൾ അതിനൊരു കണക്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ അല്ല, ഇലക്ട്രോണിക് സേഫോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നമ്പർ പറഞ്ഞുതരാം, താക്കോൽ എവിടെയാണെന്ന് പറയാം, നിങ്ങളതൊന്നും പേടിക്കണം, നിങ്ങളുടെ പണി ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിറ്റേ ദിവസമാണ് എത്തുന്നത്. അപ്പോൾ ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ എൻ്റെ അടുത്ത് വലിയ 2 പരാതിയായിട്ടാണ് വന്നത്. ഒന്ന്, എൻ്റെ മക്കളാണ്, സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളാണ്. അവരൊക്കെ ഇവരെ കളിയാക്കുന്ന രീതിയിലാണ് അവിടെ പെരുമാറുന്നത്. ചെറിയ കുട്ടികളെ കണ്ടപ്പോൾ അവർ വിചാരിച്ച് കുട്ടികളുടെ മനസ്സിൽ കളങ്കം ഉണ്ടാവില്ല. അപ്പോൾ അവരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ക്യാഷ് ഇരിക്കുന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ട് പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അടുക്കളയിൽ പുറകിലൊരു റൂമുണ്ട്, അവിടെ ഒരു പെട്ടിയുണ്ട്, ആ പെട്ടിയിലാണ് അച്ഛൻ എന്നെ കൊണ്ടുവയ്ക്കാറ്, ചാക്കുകളിൽ കൊണ്ടുവയ്ക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന്. ഇവരുടനെ എല്ലാവരും വിളിച്ചു വരുത്തി അവരെല്ലാവരും കൂടെ എല്ലാം പുറത്ത് കിട്ടും. അപ്പോൾ അത് വ്യത്യസ്ത തരത്തിലുള്ള അരികളായിരുന്നു. നമ്മൾ ഇഡ്ഡലിക്കുള്ളത്, ചോറിനുള്ളത്, കഞ്ഞിക്കുള്ളത്, അങ്ങനെയുള്ള. അപ്പോൾ അത് കുട്ടികൾ എൻ്റെ കുട്ടികൾ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ കുട്ടികൾ പറ്റിച്ചാണ്. അപ്പോൾ അത്രയും. അതുപോലെ എൻ്റെ അളിയൻ്റെ ഭാര്യ അവരുടെ വീട്ടിൽ ബെഡ്റൂമിൽ
റെയ്ഡ് നടക്കുമ്പോൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് റെയ്ഡ് നടക്കുമ്പോൾ അവർ കസേരയിൽ കാലും കയറ്റി വെച്ചിട്ടൊരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ എന്ത് ചോദിച്ചാലും നിങ്ങളെന്താ വെച്ചാൽ ചെയ്തോ, ഞാൻ ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ റെയ്ഡിനൊക്കെ പോകുമ്പോൾ കാണുന്നത് കരയുന്നതും പേടിച്ച് ഇതാക്കുന്നത്. ഇവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്യുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഉറപ്പുണ്ട്. പക്ഷെ അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതല്ല. ഒരു കൂട്ടുകുടുംബം നടത്തുന്ന ബിസിനസ്സിൽ സാധാരണ ഇൻകം ടാക്സ് റെയ്ഡ് വലിയ ആഘാതങ്ങളുണ്ട്. കാരണം ആരുടെയെങ്കിലും കയ്യിൽ കണക്കിൽപ്പെടാത്ത പണമോ സ്വത്തോ ഉണ്ടാവും. അപ്പോൾ ഇത് റെയ്ഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 1 രൂപ പോലും ആരുടെ കയ്യിലും അങ്ങനെ ഇല്ല എന്നുള്ളത് തെളിഞ്ഞു എന്നുള്ളത് അത് കുടുംബ ഭദ്രതയ്ക്കും ബിസിനസ്സിൻ്റെ ഭാവി വളർച്ചയ്ക്കും അത് വലിയ സഹായമാണ്. ഭയങ്കര ഒരു അഡ്വാൻറ്റേജായി മാറി. അപ്പം അതൊക്കെ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവുക എന്നുള്ളത് ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ല വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ഒരു സംഭവമാണ്. നമ്മൾ ഈ പുസ്തകത്തിലുടനീളം കടന്നു പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഹൃദയസ്പർശിയായ അനുഭവങ്ങളുണ്ട്. ഒന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയ പാളയം മാർക്കറ്റിലൂടെ ഒരു ദിവസം പെട്ടെന്ന് അച്ഛൻ പച്ചക്കറി മേടിക്കാൻ പോകാൻ പറയുന്നു, പിന്നീട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറയുന്നു. അതൊക്കെ ജീവിതത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ആ ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. അതേക്കുറിച്ചൊന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, അതേസമയം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ എന്നെ ഈ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഞാനും അതിന് തന്നെയാണ് ചിന്തിച്ചിരുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാനൊന്നും അച്ഛൻ ആദ്യം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല, അതുപോലെ കളിക്കാൻ പോകുന്നതൊന്നും അങ്ങനെ അധികം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അപ്പോൾ അച്ഛൻ അറിയാതെയാണ് ആദ്യമൊക്കെ ഡ്രൈവിംഗ് പഠിച്ചത്. പിന്നീട് അച്ഛൻ്റെ അറിവോടുകൂടെ ഞാൻ ലൈസൻസ് എടുത്തു. പക്ഷെ എന്നാലും അങ്ങനെ വലിയ സന്ദർഭം കിട്ടിയിരുന്നില്ല വണ്ടി ഓടിക്കാനൊന്നും. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് മാർക്കറ്റിൽ പോകുന്ന സമയത്ത് എന്നോട് കാറിൽ കയറാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പേഴ്സ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് മാർക്കറ്റിൽ പോയി നീ എന്താ വെച്ചാൽ എല്ലാ പച്ചക്കറിയും വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ 18 വയസ്സ് തികഞ്ഞ ആ ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടിയൊരു വലിയ അംഗീകാരമാണ്, ഒരു വലിയ അവാർഡ് കിട്ടിയതിന് തുല്യമാണ്. അച്ഛൻ അങ്ങനെ പറയുക, അച്ഛൻ എന്നിൽ വിശ്വാസം വരുന്നു, അച്ഛൻ്റെ പേഴ്സ് എടുത്ത് തരുന്നു എന്നുള്ളത്. അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് വലിയ സന്തോഷത്തോടെ വരുമ്പോഴാണ് അച്ഛൻ താക്കോലെടുത്ത് തരുന്നു, നീ വണ്ടി ഓടിക്കുന്നു. അപ്പോൾ അപ്പോഴേക്കും അച്ഛന് അസുഖം തുടങ്ങിയിരുന്നു. അത് മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ വളയമാണ് അച്ഛൻ കൈമാറി. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചു. അതാണ് ഇതുവരെയുള്ള ഒരു വിജയത്തിൻ്റെ പാത. ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മെഡിമിക്സുമായി ബന്ധപ്പെട്ടാണ് വളരെ പോപ്പുലറായിട്ട് അങ്ങയുടെ പേരറിയാവുന്നത്. പക്ഷേ അതിലുപരി അങ്ങയുടെ ഉള്ളിൽ ഒരു സജീവ നാടക പ്രവർത്തകനുണ്ട്, ഇപ്പോഴും ഒരു നാടക സമിതിയുണ്ട്, നാടക നടന നിലയിൽ ഒരുപാട് പ്രശംസ നേടിയിട്ടുണ്ട്, ഒരു എഴുത്തുകാരനുണ്ട്, സിനിമയുണ്ട്, കുറേയേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വൈവിധ്യമുള്ള കലാമേഖലകളിൽ ഈ വ്യവസായ പ്രവർത്തനങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് വ്യാപരിക്കാൻ കഴിഞ്ഞത്? അതോടൊപ്പം തന്നെ എനിക്ക് വളരെ കൗതുകരം, വളരെ ശ്രദ്ധേയമായി തോന്നിയിട്ടുള്ളത് ചോലയിൽ ഫാമിലി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ വലിയ കൃപാകടാക്ഷങ്ങളൊക്കെ നേടിയ ഒരു കുടുംബമാണ്. അത് മാത്രമല്ല സിനിമാ രംഗത്തേക്ക് വരുമ്പോൾ ആദ്യം ഗുരുദേവൻ്റെ കഥ പറയുന്ന ഒരു സിനിമ യുഗപുരുഷൻ ചെയ്ത് ആണ് അങ്ങ് സിനിമാ രംഗത്തേക്ക് വരുന്നത്. ഇങ്ങനെ ഗുരുവിൻ്റെ ഒരു കൃപാകടാക്ഷം എങ്ങനെയാണ് അങ്ങയുടെ കുടുംബത്തെയും ജീവിതത്തെയും വ്യവസായത്തെയൊക്കെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നത്? അത് എൻ്റെ കുടുംബത്തിൽ പലരും ഗുരുദേവനായിട്ട് നേരിട്ട് ഇടപഴകിയവരാണ്. അമ്മയുടെ അച്ഛൻ ഒരു അലോപ്പതി ഡോക്ടറായിരുന്നു, അദ്ദേഹം ചികിത്സിച്ചിട്ടുണ്ട് ഗുരുദേവനെ. മറ്റൊരു കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് മാമി വൈദ്യർ എന്ന് പറയുന്നത്, ലോകപ്രശസ്തനായ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അമ്മയുടെ ഭാഗത്തു നിന്നാണ്. അച്ഛൻ്റെ അച്ഛൻ ഒരു എഴുത്തുകാരനും കോഴിക്കോട് മജിസ്ട്രേറ്റുമായിരുന്നു. അദ്ദേഹവും കുട്ടിക്കാലം മുതൽ തന്നെ ഗുരുദേവനുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഗുരുദേവൻ വരുമായിരുന്നു. പിന്നീട് പല കാര്യങ്ങൾക്കും കോഴിക്കോട് ഗുരുദേവൻ വരുമ്പോഴും എൻ്റെ അപ്പൂപ്പനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ചെറുപ്പകാലം മുതലേ ഇത് അറിയാമായിരുന്നു. പിന്നെ ഞാൻ ഈ കൊറോണ സമയത്താണ് ഗ്രാൻഡ് ഫാദർ എഴുതിയ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് ഗുരുദേവനുമായിട്ടുള്ള ബന്ധവും ഗുരുദേവൻ നൽകിയ ഉപദേശങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉപദേശം എന്താ വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാവണം, നല്ല മനുഷ്യരെന്ന പേര് വാങ്ങണം എന്നുള്ളൊരു ഉപദേശം ഗുരുദേവൻ നൽകിയിട്ടുണ്ട്. അറിയാതെയോ ഞാൻ പോലും പലപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂവിൽ പറയാറുണ്ട്, നിങ്ങൾ ബിസിനസ്സുകാരനാകാനാണോ സിനിമാ നടനാകാനാണോ ഏത് പേരിലാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് നല്ല മനുഷ്യനാണ് എന്ന് എല്ലാവരും പറഞ്ഞാൽ മതിയോ. അപ്പോൾ അതുപോലും ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ അത്ഭുതം. പറഞ്ഞിരിക്കുന്നത് മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നാണ്. അല്ല, അത് എല്ലാവർക്കും ഇതിപ്പോൾ നമുക്ക് AC ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛനെ നേരിട്ട് വിളിച്ചു കൊടുത്ത ഉപദേശമാണ്. അപ്പോൾ ആ കുടുംബത്തിലെ എല്ലാവർക്കും അത് സാധിച്ചു എന്നുള്ളതും ഇന്നും അത് വലിയ ഗുരുകൃപയാണ്, ഗുരുകൃപ തന്നെയാണ്. അപ്പോൾ കുട്ടിക്കാലം മുതലേ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും പണം സമ്പാദിക്കുകയാണെങ്കിൽ ഗുരുദേവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം.
സാധാരണ നമ്മൾ പോയി അമ്പലത്തിൽ ചിലപ്പോൾ ഒരു സ്വർണ്ണത്തുണ്ട് ഒരു ആൾ രൂപം ഉണ്ടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ തുലാഭാരം ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഞാൻ സിനിമ എന്ന് അന്ന് എൻ്റെ മനസ്സിലില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ സംവിധായകൻ, യുഗപുരുഷൻ്റെ സംവിധായകൻ ശ്രീ ആർ സുകുമാരൻ ഈ സ്ക്രിപ്റ്റുമൊക്കെ വന്നപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ആശയം തോന്നിയത്. അത് എന്തുകൊണ്ട് ഇതൊരു അവസരമാക്കിക്കൂടാ, അല്ലെങ്കിൽ ഗുരുദേവൻ എനിക്ക് നൽകിയ ഒരു അവസരമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. ഒരു നിയോഗം തന്നെയാണ്. കാരണം വേറെ പലരുടെ അടുത്ത് ഇദ്ദേഹം പോയിട്ട് ആരും അത് സമ്മതിച്ചില്ല, തുടങ്ങി വെച്ച് നിന്നുപോയതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിനിമ രംഗത്തേക്ക് വരുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും സിനിമ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. AVA പ്രൊഡക്ഷൻസ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയാണ്. പക്ഷേ അതൊരു വലിയ വൻ ബഡ്ജറ്റ് പടവും താരമൂല്യമുള്ള പടമൊക്കെ ആയതുകൊണ്ട് കുറച്ച് താമസമുണ്ട്. എന്നാൽ സിനിമയൊന്ന് പഠിക്കാം എന്ന് വിചാരിച്ചാണ് പ്രണയകാലം പോലത്തെ ഒരു സിനിമയും ബിഫോർ ദ ബ്രഷ് സ്ട്രോപ്പ് എന്ന് പറഞ്ഞ രാജാരവിവർമ്മയെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തു നോക്കിയത്. സിനിമ പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിരുന്നു. പക്ഷേ ആ വർഷം തന്നെ എനിക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി. പിന്നെ അതൊരു തുടർക്കഥയായി മാറി. അടുത്ത വർഷം തന്നെ നാഷണൽ അവാർഡ് കിട്ടി. അതിൻ്റെ അടുത്ത വർഷം വീണ്ടും പാലേരി മാണിക്യത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതിൻ്റെ ഇടയിലാണ് ഈ സിനിമ പ്രൊഡക്ഷൻ നടന്ന് റിലീസാകുന്നത്. അതിനും സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പ്രൊഡക്ഷൻ അല്ല കിട്ടിയെന്ന് മാത്രം 4 അവാർഡ് അതിനും കിട്ടിയിരുന്നു. അങ്ങനെയാണ് സിനിമയിൽ ഞാൻ സ്ഥിരമായിട്ട് വരുന്നത്. കോളേജ് കാലത്താണ് ഞാൻ നാടകാഭിനയമൊക്കെ തുടങ്ങുന്നത്. അത് ഞാൻ തിരുവനന്തപുരം MG കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ആ കാലത്ത് മോഹൻലാൽ അവിടെ ഉണ്ട്, പിന്നെ ജഗദീഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ ആ കാലത്ത് തന്നെ വിദ്യാർത്ഥികളുമായിട്ട് നാടകം ചെയ്യുകയും റേഡിയോ ഇതളുകൾ പരിപാടികൾ ചെയ്യാനൊക്കെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു കാലമായിരുന്നു. പക്ഷേ ഞാൻ കൂടുതൽ നാടകം ചെയ്തത് ഞാൻ താമസിച്ചിരുന്ന അമ്പലനഗർ കോളനിയിലാണ്, അമ്പലമുക്കിനടുത്തുള്ള. അവിടെ നിന്നാണ് തുടക്കം. പക്ഷെ പിന്നീട് ചെന്നൈയിൽ വന്നപ്പോൾ അതൊരു എൻ്റെ നാടകത്തിൻ്റെ ഒരു തട്ടകമായി മാറി എന്നുള്ളതാണ്. കാരണം നാടകത്തിലേക്ക് ഇങ്ങനെ ആകൃഷ്ടനായത് അങ്ങനെയാണ്, അറിയാതെ വന്നതാണ്. എനിക്ക് കണ്ട ശീലമാണോ? അല്ല, ഒന്നുമല്ല. ആദ്യമായിട്ട് പഠിക്കുന്ന കാലത്ത് ഒരു നാടകം കോളേജിൽ ചെയ്തപ്പോൾ കൂവൽ കിട്ടി ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. നാടകത്തെപ്പറ്റി ഒരു ബോധവുമില്ലായിരുന്നു. പിന്നീട് ഒരു നാടകം എൻ്റെ കോളനിയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മ നാടകം എഴുതി സംവിധാനം ചെയ്ത് ഞങ്ങളെ കൊണ്ട് അഭിനയിപ്പിച്ചു. അതും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷെ അന്ന് ഓൾ ഇന്ത്യ റേഡിയോൻ്റെ ഡയറക്ടറായിരുന്ന ശ്രീ കോന്നിയൂർ പറയുന്നല്ലോ, റേഡിയോ നാടകങ്ങൾ അനുകരിച്ച് അത് ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഈ നാടകം കണ്ടിട്ട് ശ്രീ കോന്നിയൂർ നരേന്ദ്രനാഥ് സ്റ്റേജിൽ വന്ന് എന്നെ അഭിനന്ദിക്കുകയും എൻ്റെ കഴുത്തിലൊരു മെഡൽ ഇടുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ നാടകം തുടരണമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ആ നിമിഷമാണ് നടനുണ്ട് ഇല്ല അഭിനയിക്കാൻ പറ്റും എന്നുള്ളത്. അതുവരെ എനിക്ക് അങ്ങനെ ചിന്തയേ ഇല്ലായിരുന്നു. വെറുതെ തമാശയ്ക്ക് വേണ്ടി ചെയ്തിരുന്നതാണ്. അത് കഴിഞ്ഞ് ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക് എൻ്റെ ഓഡിഷന് ക്ഷണിച്ച കഥയൊക്കെ ഉണ്ട്. അത് വളരെ രസകരമായ അനുഭവമാണത്. അവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അല്ല, ഇപ്പോൾ ഇനി സിനിമയിൽ അഭിനയിക്കാനാണോ നാടകത്തിൽ അഭിനയിക്കാനാണോ ഒരു അവസരം രണ്ടും കൂടെ ഒരുമിച്ച് വന്നാൽ ഏത് ഓപ്റ്റ് ചെയ്യും? അല്ല, ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ എനിക്ക് സിനിമ പ്രശസ്തരായ സംവിധായകർ എത്രയോ തവണ സിനിമയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അന്നൊക്കെ മാറ്റിവെച്ചത് അത് ബിസിനസ്സിനെ ബാധിക്കും. അങ്ങനെ ഒരു കൂടുതൽ സിനിമയിലേക്ക് ഇറങ്ങിയാൽ. പിന്നെ ചാനലുകളൊക്കെ വന്ന സമയത്ത് കുറച്ച് സീരിയൽ അഭിനയിച്ച് നോക്കി ഞാൻ. ഏഷ്യാനെറ്റിൻ്റെ ആദ്യത്തെ സീരിയലിൽ പോലും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കാലത്ത് ഏഷ്യാനെറ്റ്, സൂര്യ, ദൂരദർശൻ ഇതിൽ മാറി മാറി ഒരു 12ഓളം സീരിയൽ. അന്നൊന്നും മെഗാ സീരിയൽ അല്ലല്ലോ, 13 എപ്പിസോഡ് 16 എപ്പിസോഡ്. നായകനായിട്ട് പോലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ അതും എനിക്ക് പറ്റിയൊരു ഏരിയ അല്ല എന്ന് മനസ്സിലാക്കി ഞാൻ 90കളിൽ തന്നെ അത് നിർത്തി. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സമ്പൂർണ്ണ മുഴുനീള നായകനായിട്ട് സിനിമ ഇപ്പോൾ വന്നല്ലോ. അത് താങ്കൾ ആദ്യം സൂചിപ്പിച്ചതിന് മറുപടിയാണ്. താങ്കൾ പറഞ്ഞു പ്രായമായിട്ടില്ല അത് എഴുതുന്നത്. ഞാനൊരു സീനിയർ സിറ്റിസനാണ്. അപ്പോൾ സീനിയർ സിറ്റിസൺ ആയപ്പോൾ തോന്നിയതാണ് ഇനി ബിസിനസ്സും അടുത്ത തലമുറയ്ക്കൊക്കെ ഹാൻഡ് ഓവർ ചെയ്യണ ഒരു പ്രോസസ്സ് നടക്കേണ്ടതാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി വേണം എന്നുള്ളതിലാണ് അഭിനയം കുറച്ച് സീരിയസ് ആയിട്ട്. അച്ഛനൊരു വാഴ വെച്ചു എന്നുള്ള സിനിമ അതിൽ ഒരു യുവാവായ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച് 1-2 ഭാവങ്ങളുണ്ടല്ലോ. ആ സിനിമയുടെ ഒരു സിനിമ കഴിഞ്ഞപ്പോൾ എന്താ അതിനെക്കുറിച്ചുള്ളൊരു വിലയിരുത്തൽ? അല്ല, അത് ഒരു നല്ല എൻ്റർടൈനറാണ്. എൻ്റെ കൂടെ പഠിച്ച പലരും ഇന്ന് റിട്ടയറായിട്ട് വീട്ടിലിരിക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ ചിലർ ഡിപ്രഷൻ ഉണ്ടാവും, ചിലർക്ക് വളരെ മാനസികമായിട്ട് ചില വിഷമങ്ങളുണ്ടാവും. കാരണം ജോലി ചെയ്തിരുന്ന ആളുകൾ പെട്ടെന്ന് ജോലി ഇല്ലാതിരിക്കുക, ഭാര്യ ജോലിക്ക് പോകുന്നു, മക്കൾ നല്ല ജോലിയൊക്കെ ഉണ്ട്, നല്ല പണം സമ്പാദിക്കുന്നു. അപ്പോൾ അച്ഛനോടൊരു അവഗണന കുറേശ്ശെ വരും. ആ സ്റ്റേജിലുള്ള പലരെയും ഞാൻ കണ്ടപ്പോഴാണ് ഇങ്ങനൊരു ആശയം എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ അത് സാധാരണ അച്ഛന്മാർ മക്കൾ എതിർത്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കും. മക്കളല്ലേ, മകനല്ലേ പറയുന്നത്. അതിനൊരു മറുപടി എന്തുകൊണ്ട് കൊടുത്തുകൂടാന്നൊരു തോന്നൽ മനസ്സിൽ വന്നതാണ്. അതാണ് ഞാൻ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടും ഡയറക്ടറായിട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് ആ കഥാപാത്രം എന്തുകൊണ്ട് ഞാൻ തന്നെ അഭിനയിച്ചുകൂടാ എന്നുള്ള രീതിയിൽ ഈ അച്ഛനും മകനും മകൻ ആർജയാണ്, അതിനകത്തൊരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ അവനോട് എതിരിടാൻ വേണ്ടി അച്ഛൻ ഒരു സർപ്രൈസ് നടത്തുന്നതാണ്. അച്ഛൻ വേഷം മാറി പിന്നീട് മകനോട് ഒരു കോമ്പറ്റീഷൻ ആയിട്ട് ഇറങ്ങി വരുന്ന ഒരു അച്ഛനായിട്ടാണ്. അപ്പോൾ അതിനകത്താണ്, അല്ലാണ്ട് ഞാൻ യുവാവായിട്ടല്ല അഭിനയിക്കുന്നത്. അച്ഛൻ തന്നെ ചെറുപ്പക്കാരൻ്റെ വേഷം കെട്ടി വന്നിട്ട് മകനോട് അവൻ ചെയ്യുന്ന ജോലിയിൽ പോലും ഇടാൻ വേണ്ടി വരുന്ന അച്ഛനാണ്.
അപ്പോൾ അതിലുണ്ടാകുന്ന രസകരമായ മുഹൂർത്തങ്ങളാണ് ആ സിനിമ. അതിൽ സാഹചര്യങ്ങളാണ് ആളുകളെ വഴിതെറ്റി. ഇപ്പോൾ മകൻ വഴിതെറ്റിയിട്ടൊന്നുമില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ അവൻ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അച്ഛൻ്റെ മുൻ ചിന്താഗതികളാണ് അതിൽ മാറ്റം വന്നത്. അപ്പോൾ അച്ഛൻ മകനെ അനുകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അച്ഛനും തെറ്റി എന്നുള്ളതാണ്. കാലിടറി അച്ഛനും തെറ്റുകളിലേക്ക് വഴുതി പോകുന്നതാണ് അതിൻ്റെ രസം. പിന്നീട് മകനും മറ്റുള്ളവരും വേണ്ടി വന്നു അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ. അപ്പോൾ അങ്ങനെയുള്ള അത് ഈ സമൂഹത്തിലെ സത്യമാണത്, എല്ലാ സ്ഥലത്തും നമ്മുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇനിയും സിനിമകൾ നിർമ്മിക്കുമല്ലോ. AVA പ്രൊഡക്ഷൻസ് എന്തായാലും സിനിമകൾ നിർമ്മിക്കും. പക്ഷേ ഇനിയും ഒരു വെള്ളിത്തിരയിൽ അനൂപ് എന്നുള്ള നടനെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിന് ശേഷം 2 സിനിമ അഭിനയിച്ചു. ഒരു മലയാള സിനിമയും ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ചു. അതിലേറ്റവും സന്തോഷവും ഞാനിതുവരെ പുറത്ത് പറയാത്തൊരു കാര്യമാണ്, രജനീകാന്തിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഞാൻ അവസാനം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അമിതാഭ് ബച്ചനും ഫഹദ് ഫാസിലൊക്കെ അഭിനയിക്കുന്ന വലിയ അനുഭവമാണ്. വലിയ അനുഭവവും വലിയ അവസരവുമാണ്. അപ്പോൾ അവർ വിളിച്ചത് ചെയ്യാൻ പറഞ്ഞപ്പോൾ വലിയ വേഷമൊന്നുമല്ല, എന്നാലും നല്ല ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാണ്. നമുക്ക് മെഡിമിക്സിലേക്ക് തിരിച്ചു വന്നാൽ, ഈ പുസ്തകം വായിച്ചപ്പോൾ ഈ മെഡിമിക്സ് എന്നുള്ള സംരംഭം ആരംഭിച്ചതിൻ്റെ പിന്നിലെ കഷ്ടതകളും ഒക്കെ പറയുന്നുണ്ട്. സിദ്ധൻ എന്ന് പറയുന്ന അമ്മാവൻ, അദ്ദേഹം ആരംഭിച്ച ചെറിയ സംരംഭം അത് തുടങ്ങി, പിന്നീട് വന്നപ്പോൾ ഡ്രഗ്സ് ലൈസൻസ് ഇല്ലാതെ നടപടി നേരിടേണ്ട 60 രൂപ കൊടുത്ത് ലൈസൻസ് എടുക്കാൻ മറന്നുപോയ അനുഭവം. പിന്നീട് ബോംബെയിലെ ഇലക്ട്രിക് തീവണ്ടിയിൽ 2 സഹായികളോടൊപ്പം ബാഗുമായി ഈ സോപ്പിൻ്റെ വിതരണത്തിന് അങ്ങനെ ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയും ഒക്കെ ഭാഗമാണ് ഇന്ന് കാണുന്ന മെഡിമിക്സിൻ്റെ ആരംഭം മുതലുള്ള ആ കാലത്തെ ഒന്ന് പറയാമോ? അത് ഡോക്ടർ സിദ്ധൻ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. കിൽപാക് മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം ഒരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് പഠിച്ചത്. ആയുർവേദവും അലോപ്പതിയും ചേർന്ന കോഴ്സാണ് അത്. DMNSഉം GCI എന്ന് പറഞ്ഞ 2 കോഴ്സാണ്. അങ്ങനെ ആൾ ആയുർവേദത്തിലാണ് കൂടുതൽ തൽപരനായിരുന്നെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അലോപ്പതി റെയിൽവേ ഹോസ്പിറ്റലാണ് ജോയിൻ ചെയ്യുന്നത്. റെയിൽവേ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പെരമ്പൂരുണ്ട്, സെൻട്രലുണ്ട്, എഗ്മൂറുണ്ട്, 3 സ്ഥലത്തും ആൾ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ കലാസികൾ എന്ന് പറയുന്ന സാധാരണ തൊഴിലാളികൾ കൂടുതൽ പേരും ചികിത്സയ്ക്ക് വരുമ്പോൾ അവർക്കെല്ലാം ത്വക്ക് രോഗങ്ങളുള്ളതായിട്ട് കണ്ടു. അപ്പോഴാണ് ചോലയിൽ കുടുംബത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു എണ്ണയുണ്ട്, വിപ്രതി എന്നാണ് ആ എണ്ണയുടെ പേര്. ആ എണ്ണ അവർക്ക് കൊടുത്തു നോക്കിയപ്പോൾ നല്ല ഫലം കണ്ടു. അപ്പോൾ മറ്റു ഡോക്ടേഴ്സിൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടു. ഇവർക്ക് കുറേ കാലമായിട്ട് അനുഭവിച്ചിരുന്ന ആൾക്കാരുടെ എല്ലാം ചർമ്മത്തിന് നല്ല മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെയാണ് അവരത് സീരിയസ് ആയിട്ട് എടുക്കുകയും അവർക്ക് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് സോപ്പ് ആരോ സജസ്റ്റ് ചെയ്തു. അങ്ങനെ സോപ്പിലത് ട്രൈ ചെയ്തു. വീട്ടിലെ റെയിൽവേ ക്വാർട്ടേഴ്സിലെ അടുക്കളയിൽ തന്നെയാണ് അത് ഭാര്യയുമായിട്ട് ചേർന്ന്. വിപ്രതി എന്നുള്ള എണ്ണയിൽ നിന്നാണോ സോപ്പ്? ഇപ്പോഴും അത് തന്നെയാണ്. ആ എണ്ണയാണ്, ആ 18 മരുന്നുകൾ അടങ്ങിയ എണ്ണയാണത്. അത് നമ്മുടെ ചോലയിൽ കുടുംബത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തിലുണ്ടായിരുന്ന ഒരു എണ്ണയാണ്. അത് സോപ്പാക്കി മാറ്റി എന്നുള്ളതാണ്. പിന്നെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നം എന്നുള്ള രീതിയിലാണ് അതിനെ വിപണിയിൽ ഇറക്കിയത്. കെമിസ്റ്റ് ഷോപ്പുകളിൽ മാത്രം വെച്ചുകൊണ്ട് ഡോക്ടർമാർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്ന് അത് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ചർമ്മ രോഗ നിവാരണത്തിന് ഉപയോഗിച്ചിരുന്ന സോപ്പ് ഇന്ന് ചർമ്മ സംരക്ഷണത്തിനാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതേ സോപ്പ് തന്നെ, പക്ഷെ പരസ്യത്തിൽ കൊണ്ടുവന്ന മാറ്റമാണ്. അല്ല, മുമ്പൊരു പരസ്യം ഉണ്ടായിരുന്നു, ഈ 18 മൂലികളുണ്ട്, അതെല്ലാം മറന്നേക്കും, ഇത് മാത്രം മതി എന്നുള്ളത്. അങ്ങനെ എല്ലാത്തിനും ഷാമ്പൂ ആയിട്ടും ഫേസ് വാഷായിട്ടും കുളി സോപ്പായിട്ടും എല്ലാം ഉപയോഗിക്കുന്ന ഒരു സോപ്പ് തന്നെയാണോ ഇപ്പോഴും? അല്ല, ഇപ്പോഴും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോൾ ഓരോ കാര്യത്തിനും ഫേസ് വാഷ് തനിയെ വന്നു, ഹാൻഡ് വാഷ് തനിയെ വന്നു, വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ അങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ തലയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഷേവ് ചെയ്യാൻ പോലും മെഡിമിക്സ് ഉപയോഗിക്കും. ഞാനും അല്ല, എൻ്റെ ഭാര്യ അടുത്തൊരു കോംപ്ലിമെൻറ്റ് പറഞ്ഞു, എല്ലാ ഷാമ്പൂസും ഉപയോഗിച്ച് കഴിഞ്ഞു, നമ്മുടെ ഷാമ്പൂ ഉപയോഗിച്ച് കഴിഞ്ഞു, ഇതാണ് ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ ഒരു പ്രശംസ മെഡിമിക്സിന് കിട്ടുന്നുണ്ട്. അതൊരു ഫ്രീ ഓഫ് കോസ്റ്റിൽ ഞാൻ നടത്തുന്നൊരു പരസ്യമാണ്. എൻ്റെ ഭാര്യ ഇപ്പോൾ മെഡിമിക്സ് ഷാമ്പൂവിൻ്റെ അഡിക്റ്റാണ്. വളരെ സന്തോഷമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനൊക്കെ നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്താൻ മറ്റു ഷാമ്പൂവിനെ അപേക്ഷിച്ച് എന്താണ് മെഡിമിക്സ് ഷാമ്പൂവിൻ്റെ ഒരു പ്രത്യേകത? നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ല, 2 കാര്യമാണ്. ഒന്ന് ആയുർവേദ ബേസ്ഡ് ആണ്. 3 കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ടോ? കെമിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിൽ കെമിക്കൽ ഉണ്ടോ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ മാരകമായിട്ടുള്ള യാതൊന്നും ഇല്ല. നമ്മളത് നോക്കിയിട്ട് അത് ഗ്യാരണ്ടീഡാണ്. അതുമാത്രമല്ല, ഇത് 3 in 1 ആയിട്ടാണ് നമ്മൾ പറയുന്നത്. 3 കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ആ 3 ഷാമ്പു ഉപയോഗിക്കുന്നതിന് പകരം ഒറ്റ ഷാമ്പു ഉപയോഗിച്ചാൽ മതി എന്നുള്ള. പക്ഷെ അതിനും ഇപ്പം ഞങ്ങൾക്ക് വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് വരുന്ന പ്രതികരണം എന്താ വെച്ചാൽ അങ്ങനെ 3 കൂടെ ഒന്നിൽ വേണ്ട, ഞങ്ങൾക്ക് 3 ആയിട്ട് തന്നെ വേണം
കാരണം താരനില്ലാത്ത ഒരാൾ ഇതിനെ ഈ ഷാമ്പു ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വൈവിധ്യവൽക്കരണം ഉണ്ടാവും. അല്ല, ആ പ്രോഡക്റ്റിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ആളുകൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അതാണ് കാരണം മാർക്കറ്റ് അങ്ങനെയാണ്. കസ്റ്റമറാണല്ലോ തീരുമാനിക്കുന്നത്. കസ്റ്റമർ ഈസ് ദ കിങ് അവിടെ. അല്ല, മുമ്പൊരിക്കൽ ഞാൻ ഈ പുസ്തകത്തിൽ വായിച്ചു, നമ്മുടെ ഗോദ്രേജ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോൾ വന്നൊരു സംഭവം. അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ? അത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഞാൻ ബോംബെയിൽ ഇലക്ട്രിക് ട്രെയിനിലൊക്കെ തൂങ്ങിക്കിടന്ന് പോയിട്ടാണ് സോപ്പ് വിറ്റിരുന്നത്. അത് താമസിക്കാൻ ഹോട്ടലിലൊന്നും കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അമ്പർനാഥിൽ പോയാണ് താമസിച്ചത്. അപ്പോൾ 70 കിലോമീറ്റർ ദൂരം ഇലക്ട്രിക് ട്രെയിനിൽ തൂങ്ങി കിടന്നിട്ട് വേണം വിക്ടോറിയ ടെർമിനസിന് അടുത്തുള്ള ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് ചെല്ലാൻ. അവിടെ നിന്ന് സ്റ്റോക്ക് എടുത്തിട്ട് വീണ്ടും ഇലക്ട്രിക് ട്രെയിനിൽ കയറി ഓരോരോ സ്റ്റേഷനിൽ ഇറങ്ങി സ്റ്റേഷനടുത്തുള്ള കടകളിലാണ് 2 സോപ്പ് 3 സോപ്പായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞങ്ങളൊരു ചെറുകിട വ്യവസായമാണ്, വളരെ കുറച്ച് ടേൺ ഓവറുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ആ ഒരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് ശ്രീ ആദി ഗോദ്രേജ് എന്നെ വിളിക്കുന്നത്. അന്ന് മൊബൈൽ ഫോണില്ല, ലാൻഡ് ലൈനാണ്. അപ്പോൾ ചെന്നൈയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നാണ് വിളിക്കുന്നത്. എന്നെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ വിശ്വസിച്ചില്ല, ആരോ പറ്റിക്കാൻ പറയുകയാണെന്നാണ് വിചാരിച്ച്. പിന്നെ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗോദ്രേജ് പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു റോ മെറ്റീരിയൽ മെഡിമിക്സിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയാനാണ് അദ്ദേഹം എന്നെ വിളിച്ചത്, കാണണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കൾക്ക് ആൾ മാറിപ്പോയതായിരിക്കും, ഈ പ്രോഡക്റ്റ് അത്ര വലുതൊന്നുമല്ല, ഇതൊരു സാധാരണ ചെറുകിട വ്യവസായമാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ചെറുകിട എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ ബോംബെയിൽ ഞാൻ നോക്കുമ്പോൾ ഏത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ചെന്നാലും നിങ്ങളുടെ സോപ്പ് കാണുന്നുണ്ട്, എന്നിട്ട് നിങ്ങളിപ്പോഴും ചെറിയ സോപ്പ് ചെറിയ കമ്പനി എന്നാണോ പറയുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രശംസ കേട്ടപ്പോഴാണ് എനിക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടായത്. നമ്മുടെ പഴഞ്ചൊല്ല് ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല, ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി, മെഡിമിക്സിനെ തിരിച്ചറിയാൻ തുടങ്ങി എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവും. അത് ശരിക്കും ഒരു മോട്ടിവേഷൻ ആയിരുന്നല്ലോ. തീർച്ചയായിട്ടും. അല്ല, അത് മാത്രമല്ല, അത് ഇന്നും ഞാൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ലെവലിലുള്ള ഒരാൾ ഒരിക്കലും അത്രയും ചെറിയൊരു കമ്പനിയെ തേടി പോകേണ്ട ആവശ്യമില്ല. അതിന് സ്റ്റാഫിനെ അയക്കേണ്ട ആവശ്യമുള്ളൂ. അതാണ് എല്ലാ ബിസിനസ്സിൽ ഇറങ്ങേണ്ട ഓരോരുത്തരും അറിയേണ്ട ഒരു കാര്യം. നമ്മൾ എത്ര വളർന്നാലും എത്ര പണം ഉണ്ടാക്കിയാലും നമ്മൾ ഈ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. കാരണം കൃത്യമായിട്ട് ഒരു കസ്റ്റമറെ കണ്ടെത്തുക, ഒരു വെണ്ടറെ കണ്ടെത്തുക എന്നൊക്കെയുള്ളതിൽ നമ്മളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഗുണം കിട്ടും. ഞാനിപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നവരെയൊക്കെ അവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. പുതിയതായിട്ടൊരാൾ വന്നാലും ഞാൻ അവരെ സുഹൃത്താക്കിയതിന് ശേഷം മാത്രമാണ് അവരിൽ നിന്ന് സാധനം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു കറപ്ഷൻ ഉണ്ടാവില്ല. വേറെ ആർക്കും അദ്ദേഹത്തെ പോയി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർക്ക് നേരിട്ട് എന്നെ ബോധ്യപ്പെടുത്താമല്ലോ. അപ്പോൾ അതൊരു വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വെളിച്ചെണ്ണ പോലെയൊക്കെയുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലൊക്കെ 30 വർഷമായിട്ട് ഒരേ ആളാണ് സപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഗുണം നമുക്കുണ്ട്. 2 കൂട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, ക്വാളിറ്റി ഗുണം ചെയ്യും, റേറ്റും കുറച്ച് തരും. കാരണം അതൊരു പെർമനൻറ്റ് ബിസിനസ് ആണല്ലോ. അതെ. അപ്പോൾ അങ്ങനെ ഒരു ഇത് വേണമെന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ പഠിക്കുന്നതാണ്. ഈ ഗോദ്രേജ് പോലത്തെ ആളുകളെയാണ് ഞാൻ ആ കാര്യത്തിൽ ഫോളോ ചെയ്യുന്നത്. ഇന്നും ഞാനത് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ന്യൂട്ടൺ വായിച്ചപ്പോൾ എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്ത മറ്റൊരു പ്രയോഗം ഇതിനകത്തുണ്ട്. ഈ തൊഴിലാളികളോട് പറഞ്ഞ കാര്യം, തൊഴിലാളികൾ എന്നും തൊഴിലാളികൾ മാത്രമായി ശേഷിക്കരുത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഈ അച്ഛൻ്റെ മരണത്തിന് ശേഷം വിദ്യാഭ്യാസമൊക്കെ മുടങ്ങുന്നൊരു സ്ഥിതി വന്നപ്പോൾ സഹായിച്ച ഒരു സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇത് രണ്ടും ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ? തൊഴിലാളികളാകരുതെന്നല്ല ഞാൻ പറഞ്ഞത്. തൊഴിലാളികളുടെ മക്കൾ തൊഴിലാളികളായിട്ട് ഇവിടെ തിരിച്ചു വരാം, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരുടെ വിവാഹം മുതൽ തന്നെ ഞാൻ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. വിവാഹത്തിലൊക്കെ തെറ്റുപറ്റാതിരിക്കാൻ അവരെ ഗൈഡ് ചെയ്തിരുന്നു. കുട്ടികളുണ്ടായപ്പോൾ അവരെ വിദ്യാഭ്യാസത്തിന് ഗൈഡ് ചെയ്തിരുന്നു. നന്നായിട്ട് പഠിക്കുന്നവരെയൊക്കെ അവർ ആഗ്രഹിച്ചത് പഠിക്കാനുള്ള സഹായം ചെയ്തിരുന്നു. അത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട്. അവരെല്ലാം പലർക്കും ഇന്ന് ഒപ്പിടാൻ പോലും അറിയാത്തവരാണ്. അവരുടെ മക്കൾ മെറിറ്റിലൊക്കെ ഡോക്ടറായ കഥ വരെയുണ്ട്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. പറഞ്ഞു കൊടുക്കാൻ പോലും വീട്ടിൽ ആരുമില്ല. അല്ല, അതൊരു വലിയ കാര്യമാണ്. സാധാരണ ജോലി ചെയ്ത കമ്പനി തന്നെ എന്തെങ്കിലും പണിക്ക് മക്കളെ വിടുക എന്നാണ് എല്ലാവരും നോക്കുന്നത്. അവരുടെ മക്കളെ ശ്രദ്ധിച്ച് അവർക്ക് ഉചിതമായ അനുയോജ്യമായ പാതയിലേക്ക് അവരെ ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് ഒരു തൊഴിലുടമ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭാവന. ആഗ്രഹിച്ച പോലെ തന്നെ ഇപ്പോൾ IT ഡിപ്പാർട്ട്മെൻറ്റിലോ പർച്ചേസിലും പ്രൊഡക്ഷനിലൊക്കെ തൊഴിലാളികളുടെ മക്കളുണ്ട്. ഇപ്പോൾ അവർ എഞ്ചിനീയേഴ്സായിട്ടായിരിക്കാം, കമ്പ്യൂട്ടർ വിദഗ്ധരായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഡ്രൈവർ തന്നെ എൻ്റെ അവിടെ ഇപ്പോൾ 28 കൊല്ലമായിട്ടേ. ആളുടെ മകളും IT ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മകളെ ഇപ്പോൾ ഞാൻ മെഡിസിന് പഠിപ്പിക്കുന്നുണ്ട്, അലോപ്പതി മെഡിസിന് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. നല്ല മിടുക്കരാണ്, അവരുടെ മിടുക്ക് തന്നെയാണത്. അതുപോലെ തന്നെ ഞാൻ ജോർജ് ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആളാണ്. അദ്ദേഹം ഞാൻ പരിചയപ്പെടുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകനെ പ്രസിഡൻറ്റ് ഡൽഹിയിലേക്ക് ക്ഷണിച്ച് ഒരു കത്ത് വന്നിരിക്കുന്നു, ഇംഗ്ലീഷിൽ കവിത എഴുതിയതിന്. അപ്പോൾ അതിന് ഇദ്ദേഹം KR നാരായണനെ തെറി വിളിക്കുന്നത് കേട്ടാണ് ഞാൻ പോയി സംസാരിക്കുന്നത്, എന്താണ് പ്രശ്നം എന്ന്. അപ്പോൾ ഇതാണ് പ്രശ്നം, പോകാനുള്ള ചെലവിനുള്ള പണം രാഷ്ട്രപതി ഭവനിൽ നിന്ന് കിട്ടില്ല, അതിനാണ് അദ്ദേഹം തെറി വിളിച്ചുകൊണ്ടിരുന്നത്.
അങ്ങനെ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മകൻ നല്ല മിടുക്കനാന്ന് മനസ്സിലായി. 2 ആൺകുട്ടികളാണ്, 2 പേരും മിടുക്കനാന്ന് മനസ്സിലായി. 2 പേരുടെ വിദ്യാഭ്യാസം ഞാൻ ഏറ്റെടുത്തു. ഇന്ന് 2 പേരും വിദേശത്ത് തന്നെ കമ്പനികളുടെ CEO ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട്. ആ ലെവലിലേക്ക് അവരെ പഠിപ്പിക്കാനും അവരെ ആകാനും സാധിച്ചു, അഭിമാനമുണ്ട്. പക്ഷെ അതിനേക്കാളേറെ ആ മനുഷ്യൻ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയാൻ. എൻജിനീയർ അല്ലാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു അതിവിദഗ്ധനായ എൻജിനീയറായിരുന്നു അദ്ദേഹം. അപ്പോൾ മെഡിമീസ് ഒരു 5000-10,000 സോപ്പൊക്കെ ഒരു ദിവസം ഉണ്ടാക്കിയിരുന്ന കാലത്ത് ഇത് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ള ചിന്ത വന്നപ്പോൾ ഹാൻഡ് മെയ്ഡിൽ തന്നെ ചെയ്യണമെന്നാണ് ഈ എൻജിനീയറിംഗ് കൺസൾട്ടൻസ് ഒക്കെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത്. വേറെ ഒരു മാർഗ്ഗമില്ല, നിങ്ങൾ ഹാൻഡ് മെയ്ഡ് എന്നുള്ളത് മറക്കുക, മെഷീനറീസിലേക്ക് മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഈ മനുഷ്യനെയാണ് ഞാനത് ഏൽപ്പിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്തം എങ്ങനെയെങ്കിലും നമുക്കൊരു 25,000 സോപ്പോ 30,000 സോപ്പോ ഒരു ദിവസം ഉണ്ടാക്കുന്ന ലെവലിലേക്ക് കൊണ്ടുവരണം. സിസ്റ്റംസ് ഇമ്പ്രൂവ് ചെയ്യണം, ക്വാളിറ്റി, ഹൈജീൻ എല്ലാം ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. അദ്ദേഹം അത് സ്റ്റഡി ചെയ്തിട്ട് വന്നിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുകയും എന്നോട് അതിന് പകരമായിട്ട് എന്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു പുതിയ സൈക്കിൾ വാങ്ങിച്ചു തരാമോ എന്നാണ് ചോദിച്ചത്. ഞാൻ ഉടനെ സമ്മതിച്ചു. ഈ പുസ്തകത്തിൽ ഞാനത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ സൈക്കിൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണെന്ന്. ഞാൻ പകരം ഒരു കാറാണ് വാങ്ങിച്ചു കൊടുത്തു. കാരണം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. ഡിസർവ് ചെയ്യുന്നതായിരുന്നു. പിന്നീട് ഞങ്ങളൊരു മെഷീൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി തന്നെ ഉണ്ടാക്കി ആ കമ്പനിയുടെ ഉത്തരവാദിത്വം മുഴുവൻ അദ്ദേഹത്തെ ഏൽപ്പിച്ച് ഈ 5000-10,000 ഉണ്ടാക്കിയിരുന്ന സോപ്പ് 10 ലക്ഷം സോപ്പ് വരെ ഉണ്ടാക്കാവുന്ന രീതിയിലേക്ക് ഇദ്ദേഹം അത് കൊണ്ടുവന്നു എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അല്ല, നമ്മുടെ അശോക് വർമ്മയുടെ കാര്യം അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നമുക്കൊരു കൈ തന്ന ആളെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് തലവനാക്കി എന്ന് പറയുമ്പോൾ അല്ല, അത് പിന്നെ അദ്ദേഹം ക്വാളിഫൈഡ് ആയിരുന്നു. അദ്ദേഹം ഇൻ്റർവ്യൂവിന് വന്നതാണ്. എൻ്റെ അറിയുന്ന ആൾ കൂടിയാണ്, എന്നെ സഹായിച്ച ആളായിരുന്നു. ഞാൻ ജോലി കൊടുത്തു. അദ്ദേഹം ക്വാളിഫൈഡ് ആയിട്ടാണ്. ഈ ജോർജ് ഫിലിപ്പിൻ്റെ കാര്യത്തിൽ ക്വാളിഫൈഡ് അല്ല, ആരും അദ്ദേഹത്തിന് ജോലി കൊടുക്കില്ല. പക്ഷേ അങ്ങനെയുള്ളവരും കമ്പനിക്ക് വേണ്ടി ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അവിടെ തെളിഞ്ഞത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏതായാലും ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് മെഡിമിക്സ് അനൂപ് എന്ന വ്യവസായി എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മനുഷ്യസ്നേഹിയെ അങ്ങനെ ആരും അധികമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം അടുത്ത് പരിചയമുള്ള കുറച്ച് പേർക്ക് അറിയാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു വ്യവസായം നടത്തി, ലാഭമുണ്ടാക്കുന്ന ഒരു വ്യവസായം നടത്തി ജീവിക്കുമ്പോഴും തൻ്റെ ഒപ്പമുള്ള സഹജീവികളെ കാണുകയും അവർക്ക് വേണ്ടി കരുതൽ ബാക്കി വയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ സമൂഹത്തിൽ അത്ര ആളുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുമ്പോഴാണ് AV അനൂപ് എന്നുള്ള മെഡിമിക്സിൻ്റെ ഉടമസ്ഥൻ വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനായി മാറി നിൽക്കുന്നത്. ഇങ്ങനെ വേറിട്ടൊരു മനുഷ്യനാവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഗുരുദേവൻ്റെ ദർശനങ്ങൾ ഉണ്ട്, പിന്നെ നല്ലൊരു കുടുംബമുണ്ട്. അമ്മ ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ട്. അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചെങ്കിലും അമ്മ എന്നോടൊപ്പം ഉണ്ട്. അമ്മയുടെ ആ ഒരു ലാളനയും അമ്മയുടെ ഉപദേശവും എന്നും എനിക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം എൻ്റെ ഒരു ഭാഗ്യമാണ്. എൻ്റെ പുസ്തകം തുടങ്ങുന്നത് തന്നെ അമ്മ എന്നുള്ള ഇതിലൂടെയാണ്. അപ്പോൾ പിന്നെ ഭാര്യയും മക്കളാണെങ്കിലും ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിലും എന്നോടൊപ്പം ഉണ്ട്, എന്നെ സഹായിക്കുന്നുണ്ട്. അത് ബിസിനസ്സിലല്ല ഞാൻ പറയുന്നത്, കലാരംഗത്തായാലും സാമൂഹ്യ രംഗത്താണെങ്കിലും എല്ലാം എന്നെ അവരുടെ സഹായമുണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ചോദിക്കാൻ പോലും ധൈര്യപ്പെടില്ല. അത് സാധാരണ വേഷമല്ല, അതിനകത്ത് കുറച്ച് കൂടുതൽ കടന്നിട്ടുള്ള അഭിനയം വരെ ഉണ്ട്. പക്ഷേ ആ സ്ഥലത്ത് പോലും ഭാര്യയും മക്കളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സിനിമയിൽ എനിക്ക് ഭാര്യയുണ്ട്, കാമുകിയുണ്ട്, അച്ഛനൊരു വാഴ വെച്ചു. ഈ 2 കഥാപാത്രങ്ങൾ എൻ്റെ കൂടെ ആരാണ് അഭിനയിക്കേണ്ടതെന്ന് പോലും അവരാണ് റിസർച്ച് നടത്തി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, ഇന്നയാൾ സൂട്ടബിൾ ആവും. അപ്പോൾ അത്തരം സഹായങ്ങളും ഒക്കെ വരുമ്പോഴാണ് മനസ്സിന് നമുക്ക് വേറെ തെറ്റായ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ അതൊരു വലിയ സഹായമാണ്. അല്ല, എത്ര പ്രൊഫഷണൽസ് വന്നാലും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിന് ഒരിക്കലും അതിൻ്റെ മൂല്യം അളക്കാൻ പറ്റില്ല. വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഘടകമാണ്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ അമ്മാവൻ, അച്ഛൻ, ഇപ്പോൾ ഭാര്യ, മക്കൾ, ഇങ്ങനെ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ അത് അപൂർവം ചിലർക്കേ കിട്ടുള്ളൂ. കാരണം ഇന്നത്തെ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നൊരു ലോകത്ത്, അണുകുടുംബമൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ കുടുംബം മുഴുവൻ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനും ഒരു വ്യവസായിയും ഒരുപക്ഷെ കേരളത്തിലല്ല, ലോകത്ത് തന്നെ വിരലിലെണ്ണാവുന്നവരേ ഉണ്ടാവുള്ളൂ. പലപ്പോഴും സംഭവിക്കുന്നത് ഈ കുറേയൊക്കെ ആയി കഴിയുമ്പോൾ വീട്ടുകാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഉണ്ട്, 2 വർഷക്കാലം കോവിഡ് വന്ന് അടച്ചിരുന്നപ്പോൾ ഞാൻ ആകെ റീബൂട്ട് ചെയ്ത പോലെ എനിക്ക് നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ പറ്റിയത്. ഇപ്പോൾ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടുകയാണ് വ്യവസായം നടത്തുന്നവരൊക്കെ. അപ്പോൾ അപ്പോഴും കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഗുരുദേവൻ്റെ ഒരു വലിയ കൃപാകടാക്ഷം തന്നെയായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് മെഡിമിക്സിൻ്റെ? അല്ലേ, ഞാനങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളല്ല. തുടക്കം മുതലേ അവസരങ്ങൾ എന്നെ തേടി വന്നിട്ടേ ഉള്ളൂ. ഞാൻ ഒന്നിൻ്റെ പുറകെ പോയിട്ടില്ല. എല്ലാ വർഷവും വളരണം, അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരടിക്ക്
10,000 കോടിയാവണം, 20,000, അങ്ങനെ ആകല്ലേ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായ വളർച്ച, ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറയും. കാരണം കുടുംബത്തിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി അണുകുടുംബമാണ്, 2 പെൺകുട്ടികളാണ്, ആൺകുട്ടികൾ പോലും എനിക്കില്ല. പിന്നെ സണ്ണിലോ വിവേക് വേണുഗോപാൽ എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ളിൽ വെച്ചിട്ട് വേണം നമ്മൾ വളരേണ്ടത്. എനിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. സമൂഹത്തിന് ഗുണം കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ ഞാൻ മാർക്കറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് AVAയുടെ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ പേഴ്സണൽ കെയറാണ്. ഒരു മനുഷ്യന് ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ റെസ്ട്രിക്റ്റഡാണ്. അപ്പോൾ മേള മസാല ഏറ്റെടുത്തപ്പോഴും അത് മനുഷ്യന് ഉപയോഗിക്കുന്ന നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മേള മസാലയിലേക്ക് ഇറങ്ങുന്നത്. പിന്നീട് ഇപ്പോൾ നീലഗിരി സൂപ്പർ മാർക്കറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി ഒരു ധാരണയായിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. പ്രോഡക്ട്സ് വിൽക്കുന്ന ഷോപ്പാണ്. അതിലൂടെ നല്ല പ്രോഡക്റ്റ്സ് എനിക്ക് ആ ബ്രാൻഡിൽ വിൽക്കാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു വളർച്ചയല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല. സിനിമ പിന്നെ എൻ്റെ കമ്പനിയുമായിട്ട് അറ്റാച്ച്ഡ് അല്ല, അത് ഞാൻ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലും ഞാൻ കടമെടുത്തിട്ടോ കമ്പനിയിൽ നിന്ന് പണം എടുത്തിട്ടോ അല്ല, എൻ്റെ കയ്യിൽ സ്വകാര്യ സംരംഭമാണ്. എൻ്റെ കയ്യിൽ എത്ര പണം ഉണ്ടോ അതിനനുസരിച്ചുള്ള പടമേ ഞാൻ ചെയ്യുള്ളൂ. അല്ലാതെ ഒരിക്കലും കടമെടുത്തിട്ടോ റിസ്ക് എടുത്തിട്ടോ ഞാൻ പണം ചെയ്യാറില്ല. പണം നഷ്ടപ്പെട്ടാലും എനിക്ക് അത് ബാധിക്കില്ല, എൻ്റെ ജീവിതത്തെ ബാധിക്കാത്ത. കമ്പനിയായിട്ട് ലിങ്ക്ഡ് അല്ല, ഒട്ടും ലിങ്ക്ഡ് അല്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ മലയാളത്തിലെ മെഡിമിക്സിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ള കോടിക്കണക്കിന് ആളുകൾ മലയാളത്തിലല്ല, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവനുണ്ട്. അവർക്ക് മെഡിമിക്സിൻ്റെ ഉടമയ്ക്ക് തുടർന്നും കൊടുക്കാനുള്ള വാഗ്ദാനം എന്താ? ക്വാളിറ്റി തന്നെ. ഞങ്ങൾ 80കളിൽ തന്നെ ലാബും റിസർച്ച് സെൻ്ററൊക്കെ ആരംഭിച്ചവരാണ്. ആയുർവേദത്തിൽ ആദ്യമായിട്ട് ലാബിന് അംഗീകാരം കിട്ടുന്ന കമ്പനികളിലൊന്ന് പ്രൈവറ്റ് സെക്ടറിൽ കിട്ടുന്നത് മെഡിമിക്സിനാണ്. എന്നും ഞങ്ങൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ക്വാളിറ്റി കുറച്ച് ലാഭം കൂട്ടാൻ എന്താ മാർഗം എന്നുള്ള റിസർച്ച് ഞങ്ങൾ ചെയ്യാറേ ഇല്ല. ഇതുവരെ ഇറക്കിയിട്ടുള്ള ഒരു ഉൽപ്പന്നത്തിനെ പറ്റിയും ആരും തന്നെ മോശമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആ ഒരു അഷുറൻസ് ഞങ്ങൾക്ക് എന്നും നൽകാൻ കഴിയും. ഒരിക്കലും ഉപഭോക്താവിന് നിരാശയുണ്ടാവില്ല. ഇനി ഞാൻ വളരെ സ്വകാര്യമായൊരു ചോദ്യം ചോദിക്കട്ടെ. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന AV അനൂപ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു പരമഭക്തനായ ഒരു മനുഷ്യനാണ്. ഗുരുദേവൻ അങ്ങേക്ക് ആരാണ്? ഗുരുദേവൻ എനിക്കൊരു വഴികാട്ടി ആണ്, യാതൊരു സംശയവുമില്ല. ഗുരുദേവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരവസ്ഥയല്ല, കാലഘട്ടം മാറി. അതെ. അപ്പോൾ ഞാനിപ്പോൾ ശിവഗിരിയിലെ അഡ്വൈസറി മെമ്പറും കൂടെയാണ്, അഡ്വൈസറി ബോർഡ് മെമ്പറും കൂടെയാണ്. അവിടെ പോലും ഞാൻ പറയുന്ന കാര്യമാണ്, സ്വാമിമാരോട് പോലും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് സംസാരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ഗുരുവിൻ്റെ ഗുരുവിൻ്റെ ദർശനങ്ങളും ഗുരുവിൻ്റെ പുസ്തകങ്ങളും വായിച്ചാൽ മതി. അതിൽ നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. എല്ലാ കാര്യവും ഗുരു പറഞ്ഞത് അപ്ഡേഷൻസ് വേണം, നമ്മളായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ആർക്കും വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കാലത്തെ വിദ്യാഭ്യാസത്തെ പറ്റിയ ഗുരു പറയുന്നു. ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. പക്ഷേ എന്നാലും വിദ്യാഭ്യാസം വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ എങ്ങനെ കാണാം. ഇപ്പോൾ ഗുരുദേവനെ പറ്റി ബോംബെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഗുരുദേവൻ്റെ ഒരു ചെയർ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഏറ്റവും പ്രധാന കൈ എൻ്റെ തന്നെയാണ്. ഞാൻ തന്നെയാണ് കൂടുതൽ അതിനകത്ത് താല്പര്യവും പണം നിക്ഷേപിച്ചതൊക്കെ ഞാൻ തന്നെയാണ്. അത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഞാൻ ഗുരുദേവ ഭക്തരോട് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ആദ്യം ആ കോഴ്സിൽ ചേരും. നിങ്ങളെല്ലാം ആ കോഴ്സ് പഠിക്കാൻ എലിജിബിളാണ്. ഇപ്പോൾ ഓൺലൈനിൽ പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത വർഷം മുതൽ അത് ഉണ്ടാവില്ല. കൊറോണ കാരണം ഓൺലൈൻ അവസരം ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ വരെ ആ കോഴ്സ് എഴുതി പാസ്സായി. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും പിന്നെ ഇപ്പോൾ ഏകലോക ചിന്താഗതിയൊക്കെ ഗുരുദേവൻ പറഞ്ഞതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നത്. പക്ഷേ എപ്പോഴും അത് നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ആ ചിന്ത നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദീപസ്തംഭമാണ് ഗുരു. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ ദുബായിലൊക്കെ അബുദാബിയിൽ എനിക്കൊരു ചെറിയ ബിസിനസ് ഉണ്ട്. അപ്പോൾ അവിടെ പാകിസ്ഥാൻകാർ വേറെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളത് നോക്കുന്നില്ല, നീ പാകിസ്ഥാനിയാണോ ഇന്ത്യനാണോ മുസ്ലിമാണോ നമ്മൾ നോക്കാറില്ല. നമ്മളിപ്പോൾ എൻ്റെ കമ്പനിയിൽ തന്നെ ഞാൻ ജാതി ചോദിക്കാറില്ല. എൻ്റെ കമ്പനിയിൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ ഏത് ജാതിയിലൊക്കെ പെട്ടാണ് നമ്മൾ നോക്കാറില്ല. ആ ഒരു ഇത് എനിക്ക് ഗുണം ചെയ്യുന്നുണ്ട് ഗുരുദേവൻ്റെ ഒരു ഫോളോവർ എന്നുള്ള രീതിയിൽ. ഏതായാലും മെഡിമിക്സ് മലയാളിക്ക് ലോകത്തിന് പകർന്നു നൽകുന്ന സുഗന്ധം മാത്രമല്ല, ആ സോപ്പിനൊപ്പം ഉന്നതമായ മൂല്യങ്ങൾ കൂടിയുണ്ട്. മൂല്യങ്ങളും മാനവികതയും നിറച്ച് മലയാളത്തിനെ കുളിർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സുഖകരമായ അനുഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ AV അനൂപ് ABC ന്യൂസിനൊപ്പം ഈ നിമിഷങ്ങൾ പങ്കുവച്ചതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.